Hi students, today we are going to discuss about internal reconstruction. What is internal reconstruction? It simply means making some changes in the capital structure of an existing company. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി റീഓർഗനൈസേഷൻ ഓഫ് ദി കമ്പനി വിത്തൗട്ട് ലിക്വിഡേറ്റിംഗ് ദി എക്സിസ്റ്റിംഗ് കമ്പനി ആൻഡ് ഫോമിങ് എ ന്യൂ വൺ. ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ പുതിയൊരു കമ്പനിയൊന്നും ഫോം ചെയ്യാതെയും തന്നെ ആ ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും റീഓർഗനൈസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ക്യാപിറ്റൽ സ്ട്രക്ചർ റീഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ഇൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ദി ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് സച്ച് ആസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വൈവ് ദെയർ ക്ലൈംസ് ബൈ ഗിവിങ് എ ഡിസ്കൗണ്ട്. സോ ഇതിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുമ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആയ ഡിബഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സും ഒരു ഡിസ്കൗണ്ട് പോലെ കൊടുത്തിട്ട് അവരുടെ കുറച്ച് ക്ലെയിംസും റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ഫസ്റ്റ് വൺ, ടു റൈറ്റ് ഓഫ് പാസ്റ്റ് അക്യൂമുലേറ്റഡ് ലോസസ്. പ്രീവിയസ്ലി ആ കമ്പനിക്ക് ധാരാളം ലോസസ് ആണെന്നുണ്ടെങ്കിൽ അത് അസറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണിക്കും. സോ അതൊക്കെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ ഇതിലൂടെ പറ്റും. ദെൻ സെക്കൻഡ് വൺ, ടു റെഡ്യൂസ് ദ ഫേസ് വാല്യൂ ഷെയർസ് ടു റിയൽ വാല്യൂ. ഇപ്പോൾ ലോസാണ് ധാരാളമായിട്ട് ഉണ്ടാവുന്നതെങ്കിൽ ആ ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് റിയൽ വാല്യൂ ആയിരിക്കില്ല. ബട്ട് നമ്മൾ ആ ഒരു ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു റിയൽ വാല്യൂയിലേക്ക് നമ്മൾ കൊണ്ടുവരും. ദെൻ ടു പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ഓഫ് ദി ഫേം. അപ്പോൾ അസറ്റ്സ് ഒക്കെ ഓവർ വാല്യൂഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഷെയർസിൻ്റെ ഒക്കെ ഫേസ് വാല്യൂ ഒക്കെ ഹൈ ആവുന്ന ടൈമിൽ ഒരു ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ബാലൻസ് ഷീറ്റിലൂടെ കാണിക്കാനായിട്ട് പറ്റില്ല. ബട്ട് ആഫ്റ്റർ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ വി ക്യാൻ പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ഓഫ് ദി ഫേം. ദെൻ നെക്സ്റ്റ്, ടു അഷ്യൂർ ഫെയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കുറേ ലോസസ് ഒക്കെ വരുന്ന ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊന്നും കാര്യമായിട്ട് റിട്ടേൺസ് കിട്ടുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷെയർസൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫെയർ റിട്ടേൺ എൻഷുർ ചെയ്യാൻ പറ്റും. ദെൻ ടു എൻഹാൻസ് ഗുഡ് വിൽ. ഇപ്പോൾ കുറേ ലോസസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ഒരു കമ്പനിയുടെ ഗുഡ് വിൽ റെഡ്യൂസ് ചെയ്യായിരിക്കും ചെയ്യുക. ബട്ട് ആഫ്റ്റർ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ദേ ക്യാൻ എൻഹാൻസ് ദെയർ ഗുഡ് വിൽ. ലാസ്റ്റ് വൺ, ടു അസർട്ടൈൻ റിയൽ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കഴിയുന്നതിലൂടെ അതിൻ്റെ റിയൽ ആയിട്ടുള്ള വാല്യൂ അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ഫസ്റ്റ് വൺ, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദി മെത്തേഡ് ഓഫ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് വെയറിൻ എക്സിസ്റ്റിംഗ് കമ്പനി ഈസ് നോട്ട് ലിക്വിഡേറ്റഡ് ടു ഫോം എ ന്യൂ വൺ. സോ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ ഒരു കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുന്നില്ല. ബട്ട് ഇൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദി കമ്പനി അണ്ടർഗോസ് റീകൺസ്ട്രക്ഷൻ ഈസ് ലിക്വിഡേറ്റഡ് ടു ടേക്ക് ഓവർ ദി ബിസിനസ് ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനി. അവിടെ ഒരു കമ്പനി ലിക്വിഡേഷന് പോയിട്ടാണ് ആ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്നതും പുതിയ കമ്പനി ഫോം ചെയ്യുന്നതും. ദെൻ സെക്കൻഡ് ഡിഫറൻസ്, ഇൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നോ ന്യൂ കമ്പനീസ് ഫോംഡ്. അവിടെ ഒരു പുതിയൊരു കമ്പനി ഒരിക്കലും ഉണ്ടാവുന്നില്ല. ബട്ട് ഇൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ന്യൂ കമ്പനീസ് ഫോംഡ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, ഇൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റി ഹോൾഡേഴ്സ് സർവൈവ് ദെയർ ക്ലെയിംസ്. സോ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ അവിടെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. But in external, no reduction in the capital. Next difference, in internal reconstruction, approval of court is must. Internal reconstruction നടക്കണമെങ്കിൽ അവിടെ കോർട്ടിൻ്റെ അപ്രൂവൽ വേണം. But in external reconstruction, no approval of court is required. The next difference, in internal reconstruction, no transfer of assets and liabilities. അവിടെ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യേണ്ട. But in external reconstruction, assets and liabilities of existing company are transferred to the new company. അവിടെ എക്സിസ്റ്റിംഗ് കമ്പനി, അതായത് ലിക്വിഡേറ്റിംഗ് കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലാസ്റ്റ് ഡിഫറൻസ്, ഇൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മേ കണ്ടിന്യൂ. അവിടെ ആ ഒരു കമ്പനി തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സിനൊന്നും മാറ്റങ്ങൾ കാര്യമായിട്ട് വരില്ല, അവർ ആ കമ്പനിയിൽ തന്നെ ഉണ്ടാവും. ബട്ട് ദീസ് പാർട്ടീസ് വിൽ ഹാവ് ടു ബി സെറ്റിൽ ഇൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ അവരെ സെറ്റിൽ ചെയ്യും. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓർ ഫോംസ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ.
There are mainly three methods. The first one is alteration of share capital, second one reduction of share capital, and last one reorganization of capital. First one is alteration of share capital. A company may alter the capital clause of its memorandum only if it is authorized by its articles to do so. The company must also pass an ordinary resolution at a general meeting. A notice specifying alteration made must be given to the registrar within 30 days of alteration. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ക്ലോസ് ഓൾട്ടർ ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ആ മെമ്മോറാണ്ടത്തിലുള്ള ക്യാപിറ്റൽ ക്ലോസ് ഓൾട്ടർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ജനറൽ മീറ്റിങ്ങിന് ഒരു ഓർഡിനറി റെസല്യൂഷൻ ആ കമ്പനി പാസ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, രജിസ്ട്രാർക്ക് ഓൾട്ടറേഷന് ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു നോട്ടീസ് അയച്ചു കൊടുക്കണം. സോ ഈ ഒരു 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എ കമ്പനി ക്യാൻ ഓൾട്ടർ ദി ക്യാപിറ്റൽ ക്ലോസ് ഓഫ് ഇറ്റ്സ് മെമ്മോറാണ്ടം ഇൻ എനി ഓഫ് ദി ഫോളോവിങ് വേയ്സ്. ഇനി ഏതൊക്കെ വഴികളിലൂടെയാണ് ആ ഒരു ക്യാപിറ്റൽ ക്ലോസ് ഓൾട്ടർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബൈ ഇൻക്രീസിങ് ഷെയർ ക്യാപിറ്റൽ. Increase in the share capital means increase in the authorized capital of the company. When authorized capital is increased, the company can issue new shares. So ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. ആ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാനും അതുവഴി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും. എൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് നോ ജേണൽ എൻട്രീസ് നീഡഡ് ഇൻ ദി അബോവ് സിറ്റുവേഷൻ. ഇവിടെ ജേണൽ എൻട്രി പുതിയതായിട്ടൊന്നും വേണ്ട. നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള സെയിം ജേണൽ എൻട്രി ആയിരിക്കും നമ്മൾ പാസ് ചെയ്യേണ്ടത്. Second one is by consolidating shares into shares of larger amounts. Alteration in the share capital can be done by consolidating the shares of smaller amounts into shares of larger amounts. This is possible when articles permit to do so. സോ സ്മോളർ എമൗണ്ട്സിൻ്റെ ഷെയർസ് ലാർജർ എമൗണ്ടിൻ്റെ ഷെയർസ് ആയിട്ട് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ആർട്ടിക്കിൾസിൽ അതിനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യം ഓൾഡ് ഷെയർസ് ഓഫ് സ്മോൾ എമൗണ്ട്സ് ആണ് കാണിക്കുക, രണ്ടാമത് ന്യൂ ഷെയർസ് ഓഫ് ലാർജർ എമൗണ്ട്സ് ആണ് കാണിക്കുക. ആൻഡ് ദി എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ റിമൈൻസ് ദി സെയിം. ഇവിടെ രണ്ടിടത്തും ഷെയർ ക്യാപിറ്റൽ സെയിം ആയിരിക്കും, പക്ഷേ ആ ഷെയറിൻ്റെ വാല്യൂ ഡിഫറൻസ് ആയിരിക്കും. ആദ്യം സ്മോളർ എമൗണ്ട്സിൻ്റെ ഷെയർസ് ആയിരിക്കും ഉണ്ടാവും. ഇപ്പോൾ 10 റുപ്പീസിൻ്റെ ഷെയർസ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ 100 റുപ്പീസിൻ്റെയോ അല്ലെങ്കിൽ 1000 റുപ്പീസിൻ്റെയോ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്പർ ഓഫ് ഷെയർസ് കുറവായിരിക്കും. തേർഡ് വൺ, ബൈ സബ്ഡിവൈഡിങ് ഷെയർസ് ഇൻറ്റു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്സ്. A company can alter its share capital by subdividing shares of larger amounts into shares of smaller amounts. This is the reverse of consolidation of shares. For this, no legal formalities are required. Only ordinary resolution is to be passed. However, articles should permit to do so. സോ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സബ്ഡിവൈഡിങ് ഷെയർസ് ഇൻറ്റു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്സ്. നമ്മൾ നേരത്തെ സ്മോളർ എമൗണ്ട്സ് ഷെയർസിനെ ലാർജർ എമൗണ്ട്സ് ആക്കിയിട്ട് കൺസോളിഡേറ്റ് ചെയ്തു. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ലാർജർ ഷെയർസിനെ സ്മോളർ എമൗണ്ട്സ് ഓഫ് ഷെയർസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നു. സോ ഇതിനും ആർട്ടിക്കിൾസിൻ്റെ പെർമിഷൻ വേണം. അതുപോലെ തന്നെ ജനറൽ മീറ്റിംഗിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും വേണം. സോ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് ഓൾഡ് ഷെയർസ് ഓഫ് ലാർജർ എമൗണ്ട്സും സെക്കൻഡ് വൺ ന്യൂ ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്സും. അതുപോലെ തന്നെ ഇവിടെയും ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ 1000 റുപ്പീസിൻ്റെ ഷെയർസ് ആണെങ്കിൽ അത് 100 റുപ്പീസിൻ്റെ ഷെയർസോ അല്ലെങ്കിൽ 10 റുപ്പീസിൻ്റെ ഷെയർസോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് വൺ ഈസ് ബൈ കൺവേർട്ടിങ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് വൈസ് വേഴ്സ. ഷെയർസ് എന്ത് ചെയ്യുന്നു? സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് ഷെയർസ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. എ കമ്പനി ക്യാൻ കൺവേർട്ട് ഇറ്റ്സ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്. സ്റ്റോക്ക് ഈസ് ഓൾവേസ് ഫുള്ളി പെയ്ഡ് അപ്പ്. Similarly, a company can reconvert its stock into fully paid shares. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് ഷെയർസ്. അപ്പോൾ ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമേ നമുക്ക് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റോക്ക് നമുക്ക് തിരിച്ച് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫോർ കൺവേർട്ടിങ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട്.
Then for reconverting stock into share, stock account debtor to share capital account. Second method is reduction of share capital. A company can reduce its share capital as per the provision laid down in sections 100 to 105 of the Companies Act. Capital reduction is the repayment or writing down of a company's different classes of capital due to large accumulated losses or excess capital. സോ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിലെ ചില പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് ചെയ്യുക. അതുപോലെ തന്നെ അതൊന്നെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ റൈറ്റിംഗ് ഡൗൺ ഓഫ് ദി ക്യാപിറ്റൽ ആവാം. എക്സസ് ഉള്ള ക്യാപിറ്റൽ റീപേ ചെയ്യും, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസസ് കാരണം ആ കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ റൈറ്റ് ഡൗൺ ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ്സ് ഓർ ഫോംസ് ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ. ക്യാപിറ്റൽ റിഡക്ഷനിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഫസ്റ്റ് വൺ, റെഡ്യൂസിങ് ഓർ എക്സ്റ്റിങ്വിഷിംഗ് ദി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഫോർ അൺകോൾഡ് ക്യാപിറ്റൽ. A company may extinguish the uncalled amount of partly paid shares. This reduces the liability of the shareholders. This means they are not required to pay the amount to that extent in future. In this way, capital is reduced because the face value of shares is reduced and the shares are treated as fully paid. സോ ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് അൺകോൾഡ് എമൗണ്ട് ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ 10 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ആണ്. അതിൽ പെയ്ഡപ്പ് എന്ന് പറയുന്നത് 7 റുപ്പീസ് ആണ്. അപ്പോൾ ബാക്കി 3 റുപ്പീസ് ഫൈനൽ കോൾ ആയിരിക്കും. സോ ആ ഒരു 3 റുപ്പീസ് ഇതുവരെ പേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്ര എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അത്ര എമൗണ്ട് ഒഴിവാക്കിയിട്ട് ഇതുവരെയുള്ള ആ ഒരു പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 10 റുപ്പീസിൻ്റെ 10,000 ഷെയർസ് ആണെങ്കിൽ ടോട്ടൽ 1 ലാക്ക് ക്യാപിറ്റൽ കിട്ടണം. അതിൽ 3 റുപ്പീസ്, അതായത് 30,000 കിട്ടിയിട്ടില്ല. സോ അത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കിയിട്ട് ആ ഒരു 70,000 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫുള്ളി പെയ്ഡ് ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് റെഡ്യൂസിങ് ഓർ എക്സ്റ്റിങ്വിഷിംഗ് ദി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഫോർ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യം ഓൾഡ് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ ഫേസ് വാല്യൂം, അതിൻ്റെ കിട്ടിയ ഒരു പെയ്ഡപ്പ് ആയിട്ടുള്ള ആ എമൗണ്ട് കാണിക്കും. ദെൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് ന്യൂ, അതായത് പുതിയ ഷെയർ ക്യാപിറ്റൽ എത്ര ഷെയർസ് ആണ്, എത്ര റുപ്പീസിൻ്റെ ഷെയർസ് ആണ്. അപ്പോൾ അവിടെ ഒരു 10 റുപ്പീസിൻ്റെ ഷെയർസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ എത്രയാണോ കിട്ടിയത് അതുവരെ കോൾ ചെയ്ത എമൗണ്ട്, അതുവരെ പേ ചെയ്ത എമൗണ്ട് ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ കാണിക്കും. അപ്പോൾ ബാക്കി വരുന്ന അത്രയും ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ആ കമ്പനിക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. Second one is returning the excess capital. If a company finds that it has a surplus or idle capital, it may refund or pay off the excess capital to the members. By doing this, the capital is reduced. ഇപ്പോൾ ആ കമ്പനിക്ക് അവർക്ക് സർപ്ലസ് ക്യാപിറ്റൽ, അതായത് അവർക്ക് ആവശ്യമുള്ളതിനെക്കാട്ടിലും കൂടുതൽ ക്യാപിറ്റൽ ആ കമ്പനിയിലുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ട് വരുന്ന ക്യാപിറ്റൽ ആ മെമ്പേഴ്സിന്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണോ എമൗണ്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ കാണിക്കുക. ദെൻ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും. നറേഷൻ റിട്ടേൺ ഓഫ് എക്സസ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. അവിടെ എക്സസ് ക്യാപിറ്റൽ പേ ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്. Last one is by cancelling the lost paid up capital. The company may also cancel or write off its lost paid up capital or the paid up capital which is unrepresented by the available assets to reduce its capital. In this way, the liability on the shares may or may not be abolished while reducing the capital. സോ ലോസ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ അവൈലബിൾ ആയിട്ടുള്ള അസറ്റിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാപിറ്റലിനെയാണ് ലോസ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുന്ന ടൈമിലും അതുപോലെ തന്നെ അസറ്റ്സ് ഒക്കെ ഓവർ വാല്യൂഡ് ആണെങ്കിൽ ആ ഒരു കുറച്ച് ക്യാപിറ്റലിനെ അത്രയും അസറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അത്രയും ക്യാപിറ്റൽ ലോസ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അങ്ങനെ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ടോട്ടൽ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനായിട്ടും പറ്റും. നെക്സ്റ്റ് ജേണൽ എൻട്രീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫോർ റെഡ്യൂസിങ് ദി ക്യാപിറ്റൽ ബൈ ചേഞ്ചിങ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ്, അവിടെ നമ്മൾ പെയ്ഡ് വാല്യൂ ഓഫ് ഓൾഡ് ഷെയർസ് ആണ് കാണിക്കുക. ഇപ്പോൾ 10 റുപ്പീസിൻ്റെ ഷെയർസ് 10,000 ഷെയർസ് ആണെങ്കിൽ 1 ലാക്കാണ് അവിടെ എന്ത് ഷെയർ ക്യാപിറ്റൽ വരെ. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ പെയ്ഡ് വാല്യൂ ഓഫ് ന്യൂ ഷെയർസ് അവിടെ 8 റുപ്പീസിൻ്റെ ഷെയർസ് ആയിട്ടാണ് മാറ്റുന്നതെങ്കിൽ
അവിടെ 80,000 ആയിരിക്കും വരിക. ബാക്കി ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്, ആ ഡിഫറൻസ് അവിടെ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കായിരിക്കും കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 20,000 ആണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ കാണിക്കും. ദെൻ ഫോർ റെഡ്യൂസിങ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിത്തൗട്ട് ചേഞ്ചിങ് ദി ഫേസ് ഓർ നോമിനൽ വാല്യൂ, ഇവിടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ചേഞ്ച് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഇവിടെ നമ്മൾ ആ ഒരു ലോസ്റ്റ് ക്യാപിറ്റൽ റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ 20,000 ആണെങ്കിൽ നമ്മൾ ആ 20,000 എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ചെയ്യുന്നു. നെക്സ്റ്റ്, വെൻ ദർ ഈസ് എൻ അപ്രീസിയേഷൻ ഇൻ ദി വാല്യൂ ഓഫ് ആൻ അസറ്റ്സ്, ഇനിയിപ്പോൾ ഏതെങ്കിലും വാല്യൂ അസറ്റ്സിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് അസറ്റ്സ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. Then with the help of capital reduction account, now losses can be written off. The journal entry is a capital reduction account to accumulated loss, to overvalued assets, and to any unrecorded liability. സോ നമ്മൾ ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റും. അതുപോലെ തന്നെ അസറ്റ്സിന് ഏതെങ്കിലും അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ റിഡക്ഷനിലേക്കായിരിക്കും വരിക. സോ അതിൽ നിന്നെല്ലാം നമ്മൾ ഈ അക്യുമുലേറ്റഡ് ലോസ്, അതായത് പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ്, അതുപോലെ തന്നെ ഓവർ വാല്യൂഡ് അസറ്റ്സ്, ഗുഡ് വില്ല്, പേറ്റൻറ്റ്, പ്ലാന്റ്, അങ്ങനെ എന്തെങ്കിലും ഓവർ വാല്യൂഡ് അസറ്റ്സ് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ അൺറെക്കോർഡഡ് ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യും. Then the balance of capital reduction account must be sufficient to write off all accumulated losses and excess portion of assets. If the balance of capital reduction account is more than the total losses to be written off, the surplus is transferred to capital reserve. സോ നമ്മൾ കുറേ ഐറ്റംസ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ആ ഒരു കമ്പനിയുടെ അക്യുമുലേറ്റഡ് ലോസസും അതുപോലെ തന്നെ അസറ്റ്സിൻ്റെ എക്സസ് പോർഷനൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷം ബാലൻസ് വരുന്ന എമൗണ്ട് വല്ലതുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. സോ ലോസസ് എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക.